വെഞ്ഞാറമൂട് കൊലക്കേസിലെ അഫാന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. നാടിന് നടുക്കിയ ആ കൊലപാതകം ഇന്നും നമ്മളെ ആ ഒരു ഞെട്ടലിൽ നിന്ന് മാറ്റിയിട്ടില്ല. പണത്തിന് പിന്നാലെ, ആഡംബരത്തിന് പിന്നാലെ പോയി ജീവിതം തുലച്ച ചെറുപ്പക്കാരൻ അഫാൻ രക്ഷപ്പെട്ടാലും ജീവിതകാലം മുഴുവൻ അനങ്ങാതെ കിടക്കും. സെൻട്രൽ ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച വെഞ്ഞാറമൂട് കൊലക്കേസ് പ്രതി അഫാന്റെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ജീവൻ തിരിച്ചു കിട്ടിയാലും അഫാൻ കോമ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. നിലവിൽ വെന്റിലേറ്ററിലാണ് അഫാൻ. ഇന്നലെ ഡോക്ടർമാർ അഫാന്റെ പേര് വിളിച്ചപ്പോൾ കണ്ണുകൾ നേരിയ രീതിയിൽ അനങ്ങിയതായി അധികൃതർ പറഞ്ഞു. ചെറിയ രീതിയിൽ തിരിച്ചറിയുന്ന ലക്ഷണമാണിത്. എന്നാലും പൂർണ്ണമായി ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറയാനാകില്ല. തൻ്റെ ഉറ്റവരെയും ഉടയവളെയും എല്ലാം കൊന്നുതള്ളി ഇപ്പോൾ ജയിലിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ മരണമല്ലാതെ വേറൊരു വഴിയില്ല. ഇനി മരിക്കണമെന്ന ചിന്ത മാത്രമാണ് അഫാൻ്റെ ഉള്ളിലെന്ന് നമുക്ക് ഇത്തരം അഫാൻ്റെ പ്രവൃത്തിയിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞായറാഴ്ച രാവിലെ 11:30 ടോയ്ലറ്റിൽ മുണ്ടുപയോഗിച്ച് തൂങ്ങിയത്. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വളരെയധികം നിലച്ചിട്ടുണ്ട്. രക്തയോട്ടം പോരാതെ കോശങ്ങളും നശിച്ചിട്ടുണ്ട്. ഇതുമൂലം തലച്ചോറിൽ വലിയ രീതിയിൽ ക്ഷതമേൽക്കാം. കൃത്യമായ ഇടവേളകളിൽ MRI സ്കാനുകൾ എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ എത്രമാത്രം ക്ഷതം തലച്ചോറിൽ സംഭവിച്ചെന്ന് അറിയാൻ സാധിക്കൂ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇനി തുടർ ചികിത്സ ഉണ്ടാകും. മരുന്നിനോടും നേരിയ പ്രതികരണമാണ് ശരീരം കാണിക്കുന്നത്. നിലവിൽ അഫാന്റെ തിരിച്ചുവരവിനെ പറ്റി ഉറപ്പിച്ചൊന്നും പറയാൻ സാധ്യതയില്ലെന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണം. അഫാന്റെ ശരീരത്തിൻ്റെ ഭാരം കാരണം തൂങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിൽ കഴുത്തിലെ കെട്ട് മുറുകിയിരിക്കുന്നതായാണ് നിഗമനം. പൂജപ്പുര സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷയിലുള്ള UT ബ്ലോക്കിലെ സെല്ലിലായിരുന്നു പാർപ്പിച്ചിരുന്നത്. TV കാണാനായി പുറത്തിറങ്ങിയപ്പോൾ ടോയ്ലറ്റിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു അഫാൻ. സമീപത്ത് അലക്കിയിട്ടിരിക്കുന്ന മുണ്ട് മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതെ അത് എടുത്തുകൊണ്ടുപോയി നിമിഷ നേരം കൊണ്ടാണ് ടോയ്ലറ്റിൽ കെട്ടിത്തൂങ്ങിയിരിക്കുന്നത്. അതേസമയം അഫാന്റെ അഭിഭാഷകൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയ ഡോക്ടർമാരെ കണ്ടിരുന്നു. ഗുരുതരമായ സ്ഥിതി തന്നെയാണെന്ന് ഡോക്ടർമാർ വിവരിച്ചു. അഫാനെ കാണാൻ അഭിഭാഷകന് അനുവാദം ലഭിച്ചിരുന്നു. ആത്മഹത്യാ ശ്രമത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകുമെന്നും അഭിഭാഷകൻ പറഞ്ഞു. എന്തായാലും ഇത്തരത്തിൽ ഇപ്പോൾ നാടിനെ നടുക്കിയ ആ കൊലപാതകത്തിൽ മനംനൊന്ത് നീറി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അഫാൻ മരണത്തിന് കീഴടങ്ങുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. ജീവിതത്തിലേക്ക് അഫാൻ മടങ്ങിയാൽ തന്നെ കോമ സ്റ്റേജിലേക്കാകുമോ? ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ അഫാൻ കടന്നു പോകുന്നത്. ചിലപ്പോൾ നമ്മളെല്ലാം അവനും കൂടി മരിച്ചിരുന്നെങ്കിൽ എന്ന ഒരു ചിന്ത. ഇത്രയും ക്രൂര കൊലപാതകം, ആ കുഞ്ഞനിയനെയൊക്കെ കൊന്നു കളഞ്ഞു, ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചു, വല്യമ്മയെ കൊന്നു, അങ്ങനെ ഇത്രയും കൊലപാതകം നടത്തിയപ്പോൾ നമ്മളും അവൻ്റെ മരണം ഒരു നിമിഷമെങ്കിലും അവനും കൂടി ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇപ്പം അഫാൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരും വരെ ബായ്.